അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 21 സൂറത്തുൽ യാസീൻ്റെ മഹത്വങ്ങളാണ്. അത് ഓതിയിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. സൂറത്തുൽ യാസീന് തന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ടല്ലേ. ഖുർആൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ യാസീന്. ആദ്യമൊക്കെ 21 യാസീനൊക്കെ ഒറ്റയിരിപ്പിലിരുന്ന് ഓതുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മടിയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റൂല, ഒരുപാട് ടൈം വേണം. അങ്ങനെ ആയാലും ഒരു 2 മണിക്കൂറെങ്കിലും അതിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കണം, നമ്മൾ എല്ലാതും ഒഴിവാക്കിയിട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇരിപ്പിലിരുന്നെങ്ങാണ്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പറ്റുമോ എന്ന് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് കഴിയൂല എന്ന് ഞാൻ ഒന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ ആഗ്രഹം ഞാൻ നിയത്താക്കിയിട്ട് അങ്ങനെ ഞാനൊരു ദിവസം സുബഹിക്ക് 21 യാസീന് സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ ഓതാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം നിസ്കാരമൊക്കെ ആകുമ്പോഴത്തേന് അത് കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെക്കൊണ്ട് 21 യാസീനൊക്കെ ഒറ്റ ടിപ്പിലിരുന്ന് ഓതാൻ കഴിയുമെന്ന്. അൽഹംദുലില്ലാ. നല്ല ഉത്തരം കിട്ടുന്ന ഒരു നമ്മളൊരിക്കലും ഇതിൽ കൂടെ ശിർക്കിൻ്റെ മാർഗ്ഗം നമ്മൾ യൂസ് ചെയ്യണില്ല അല്ലേ. അതായത് നമ്മൾ അന്ധവിശ്വാസത്തിലേക്കൊന്നും നമ്മൾ പോകണില്ല. നമ്മൾ ഖുർആൻ ഓതിയിട്ടാണ് നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ഇതേപോലെ 21 യാസീൻ നിങ്ങൾ നിയത്താക്കി ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ മുൻനിർത്തി ചോദിക്കുക. ഇഖ്ലാസോട് കൂടി നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവവും അതേപോലെ എനിക്ക് കിട്ടിയൊരു അറിവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.